2025 മെയ് 7 ബുധനാഴ്ച നടത്തുവാനിരിക്കുന്ന കോൺക്ലേവിന് മുൻപായി തിരഞ്ഞെടുപ്പ് സംബന്ധിച്ച് വത്തിക്കാനിലെ ഏറ്റവും സുപ്രധാന സ്ഥാനങ്ങളും അവയുടെ ചരിത്ര വിശദാംശങ്ങളും നമുക്ക് പരിചയപ്പെടാം. ഒന്നാമതായി കാസ സാന്താ മാർത്ത. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ തെക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു റെസിഡൻഷ്യൽ ഹൗസാണ് കാസ സാന്താ മാർത്ത. കാസ എന്ന വാക്കിനർത്ഥം ഭവനം എന്നാണ്. വിശുദ്ധ മർത്തായുടെ നാമധേയത്തിലുള്ള ഈ റെസിഡൻഷ്യൽ ഹൗസിലാണ് പുരോഹിതരും പാപ്പായുടെ സന്ദർശകരും താമസിക്കുന്നത്. ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട ഫ്രാൻസിസ് പാപ്പ എളിമയുടെ പ്രകാശനമായി പേപ്പൽ പാലസിലെ ജീവിതം വേണ്ടെന്ന് വെച്ച് തന്റെ 12 വർഷം നീണ്ട ഔദ്യോഗിക ജീവിതം നയിച്ചിരുന്നത് കാസ സാന്താ മാർത്തയിലാണ്. 1996 പുണ്യശ്ലോകനായ ജോൺ പോൾ രണ്ടാമൻ പാപ്പ കമ്മീഷൻ ചെയ്തതാണ് ദോമൂസ് സാങ്തായെ മാർത്തായെ എന്ന് ലാറ്റിനിൽ അറിയപ്പെടുന്ന ഈ കെട്ടിടം. 5 നില കെട്ടിടമായ കാസ സാന്താ മാർത്തയിൽ 5 നിലകളും 106 സ്വീറ്റുകളും 22 സിംഗിൾ റൂമുകളും ഒരു അപ്പാർട്ട്മെന്റുമാണ് താമസ സൗകര്യത്തിനുള്ളത്. കൂടാതെ ഒരു ചാപ്പലും ഡൈനിങ് റൂമും മീറ്റിംഗ് റൂമും ഇവിടെയുണ്ട്. പുതിയ പാപ്പായുടെ ഇലക്ഷൻ സംബന്ധിച്ച് 2005 മുതൽ കാസ സാന്താ മാർത്ത പോപ്പിനെ തിരഞ്ഞെടുക്കുവാൻ അർഹതയുള്ള കർദിനാൾമാർ കോൺക്ലേവിന് വേണ്ടി അതീവ സ്വകാര്യതയോടെയും സുരക്ഷയോടെയും താമസിക്കുന്ന ഔദ്യോഗിക ഇടമായി തിരഞ്ഞെടുത്തിരുന്നു. രണ്ടാമതാണ് ഏവർക്കും സുപരിചിതമായ സിസ്റ്റൈൻ ചാപ്പൽ. വത്തിക്കാനിലെ ആപ്പസ്റ്റോളിക് പാലസിൽ വത്തിക്കാൻ മ്യൂസിയത്തിന്റെ ഭാഗമായി തന്നെ സ്ഥിതി ചെയ്യുന്ന ചാപ്പലാണ് സിസ്റ്റൈൻ ചാപ്പൽ. 15-ാം നൂറ്റാണ്ടിന്റെ അന്ത്യദശകങ്ങളിൽ പോപ്പ് സിക്സ്തൂസ് നാലാമൻ പ്രതിഷ്ഠിച്ച ചാപ്പൽ വിഖ്യാത ചിത്രകാരനായ മൈക്കലാഞ്ചലോയുടെ കരവിരുതുകളാൽ സുപ്രസിദ്ധമാണ്. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ വടക്ക് ഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഈ ചാപ്പലിലാണ് പുതിയ പാപ്പായുടെ തിരഞ്ഞെടുപ്പ് അനുബന്ധിച്ചുള്ള രഹസ്യ സ്വഭാവമുള്ള കോൺക്ലേവ് നടത്തപ്പെടുന്നത്. കോൺക്ലേവിന്റെ തിരഞ്ഞെടുപ്പാണ് പുതിയ പാപ്പായുടെ നിയമനം. വത്തിക്കാനിലെ കേന്ദ്രപ്രധാനമായ സ്ഥലമാണ് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക. വിശുദ്ധ പത്രോശ്ലീഹായുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന ബസിലിക്ക കമ്മീഷൻ ചെയ്തത് 4-ാം നൂറ്റാണ്ടിൽ കോൺസ്റ്റന്റൈൻ ചക്രവർത്തിയായിരുന്നു. എന്നാൽ ഇപ്പോഴുള്ള ബസിലിക്ക സ്ട്രക്ചർ നിർമ്മിക്കപ്പെട്ടത് 16-17 നൂറ്റാണ്ടുകളിലായിരുന്നു. മൈക്കലാഞ്ചലോ, റാഫേൽ, ബെനിനി എന്നിവരുടെ സംഭാവനകളാൽ അലങ്കൃതമായ ബസിലിക്കായിലാണ് പേപ്പൽ ഇലക്ഷന് ശേഷം പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ട മാർപ്പാപ്പ സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായിലെ പത്രോസിന്റെ കബറിടത്തിൽ വെച്ച് പ്രാർത്ഥിക്കുകയും ബസിലിക്കായുടെ പ്രധാന ബാൽക്കണിയിൽ വെച്ച് പുതിയ പോപ്പിനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കുകയും ചെയ്യുന്നത്. ഹബേമൂസ് പാപ്പാം, നമുക്കൊരു പാപ്പയെ ലഭിച്ചിരിക്കുന്നു എന്ന ലാറ്റിനിലുള്ള പ്രസ്താവനയ്ക്ക് ശേഷമാണ് ഉർബി എറ്റ് ഓർബി ആശീർവാദം. അതിനും ശേഷമാണ് ബസിലിക്കായിൽ വെച്ചോ ബസിലിക്കയ്ക്ക് മുൻപിൽ വെച്ചോ പുതിയ മാർപ്പാപ്പയുടെ ആദ്യ ദിവ്യബലി നടക്കുന്നത്. ആപ്പസ്റ്റോളിക് പാലസ് എന്നറിയപ്പെടുന്ന വത്തിക്കാൻ പാലസ് ആണ് മറ്റൊരു പ്രധാന സ്ഥാനം. മാർപ്പാപ്പയുടെ ഔദ്യോഗിക വസതിയാണ് വത്തിക്കാൻ പാലസ്. പേപ്പൽ അപ്പാർട്ട്മെന്റ്, വത്തിക്കാൻ മ്യൂസിയം, സിസ്റ്റൈൻ ചാപ്പൽ, വത്തിക്കാൻ ലൈബ്രറി എന്നിവ ഉൾപ്പെടുന്നതാണ് ഈ പാലസ്. ബറോക്കിയൻ നവോത്ഥാന കലാലങ്കാരങ്ങളാൽ മനോഹരമായ ഇവിടെ പേപ്പൽ ഇലക്ഷന് ശേഷം പുതിയ പാപ്പ റൂം ഓഫ് ടിയേഴ്സ് എന്നറിയപ്പെടുന്ന മുറിയിലേക്ക് ആനയിക്കപ്പെട്ടാണ് ആദ്യമായി ഔപചാരികവും ഔദ്യോഗികവുമായ പേപ്പൽ വസ്ത്രങ്ങൾ അണിയുന്നത്. അടുത്തതാണ് നമുക്കെല്ലാവർക്കും കേട്ട് സുപരിചിതമായ വത്തിക്കാൻ സ്ക്വയർ എന്നറിയപ്പെടുന്ന സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ. സെന്റ് പീറ്റേഴ്സ് ബസിലിക്കായുടെ മുൻപിൽ ബ്രഹ്മാണ്ഡമായൊരു തുറസായ സ്ഥലമാണ് സെന്റ് പീറ്റേഴ്സ് സ്ക്വയർ. അലക്സാണ്ടർ 7-ാമൻ പാപ്പായുടെ മേൽനോട്ടത്തിൽ ജിയാൻ ലൊറാൻസോ ബെർണിനിയാണ് വത്തിക്കാൻ സ്ക്വയർ രൂപകൽപ്പന ചെയ്തത്. വർത്തുളാകൃതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ഇവിടെ 284 ഡോറിക് ശൈലിയിലുള്ള തൂണുകളുണ്ട്. ഒത്തനടുക്കായി പ്രാചീന റോമൻ കാലഘട്ടത്തിൽ പണിതിരിക്കുന്ന ഈജിപ്ഷ്യൻ സ്മാരക സ്തംഭമുണ്ട്. പേപ്പൽ ഇലക്ഷന്റെ സമയത്ത് സിസ്റ്റൈൻ ചാപ്പലിന്റെ ചിമ്മിനിയിൽ നിന്നുയരുന്ന വെളുത്ത പുക നിരീക്ഷിച്ചു നിൽക്കുന്ന അനേകായിരങ്ങൾക്ക് വേദിയാകുന്നത് ഇവിടമാണ്. ഇവിടെ നിന്നാണ് ജനങ്ങൾ പുതിയ പാപ്പയെ അഭിനന്ദിക്കുന്നതും ഉപചാരമർപ്പിക്കുന്നതും. ഈ ചതുരത്തിൽ കൂടി നിൽക്കുന്ന വിശ്വാസികൾക്കാണ് പാപ്പ തന്റെ ഔദ്യോഗികമായ ഉർബി എറ്റ് ഓർബി ആശീർവാദം നൽകുന്നത്.